നമ്മൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് തീർന്നിരിക്കുകയാണ്. പാലക്കാട്, വയനാട്, ചേലക്കര. പ്രത്യേകമായിട്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇലക്ഷന്റെ റിസൾട്ടിന് ശേഷം കേരളം എങ്ങോട്ട് എന്ന വിഷയമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾക്ക് ഇനി 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നു. 2026 നിയമസഭാ ഇലക്ഷൻ, വളരെ നിർണായകമായിട്ടുള്ള ഒരു നിയമസഭാ ഇലക്ഷനാണ് 2026 കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത്. അവിടെ എന്തുമാത്രം മാറ്റങ്ങളാണ് ഈ ഒരു ഇലക്ഷനിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ശ്രീമാൻ മിഥുൻ, താങ്കളുടെ അഭിപ്രായത്തില് ഈ ഒരു പാലക്കാട് ഇലക്ഷന് ശേഷം വളരെയധികം കേരളം ഉറ്റുനോക്കുന്ന ഒരു ഇലക്ഷനാണ്. ചെറിയൊരു ഇലക്ഷനാണ്. രാഷ്ട്രീയ കേരളത്തിൽ അധികാരമാറ്റമോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നിരുന്നാലും 2026 നിയമസഭാ ഇലക്ഷനെ എങ്ങനെ നമ്മൾ ഈ ഇലക്ഷൻ വെച്ച് നമ്മൾ ചർച്ച ചെയ്യും, അതല്ലെങ്കിൽ എങ്ങനെ നോക്കി കാണണം? ഓക്കെ, ഞാൻ പറയുന്നത് പാലക്കാടല്ല, തൃശ്ശൂർ സെറ്റ് ചെയ്തു. തൃശ്ശൂര് കളം പിടിച്ചു, BJP കളം പിടിച്ചു. അത് ആ കളം തൃശ്ശൂരല്ല, കേരളം മുഴുവൻ പിടിച്ചു. 2024 ലോക്സഭ ഇലക്ഷനിൽ 11 മണ്ഡലങ്ങൾ ഒന്നാമതെത്തി. അത് മെജോറിറ്റി തൃശ്ശൂരാണ്. പിന്നെ കുറച്ച് പാലക്കാട്, കാസർഗോഡ് മണ്ഡലങ്ങൾ ഒന്നാമതെത്തി. 11 മണ്ഡലങ്ങളിൽ 30 മണ്ഡലങ്ങളിൽ രണ്ടാമതാ. ക്ലോസ് ഫൈറ്റ് ആണ്. BJP മണ്ഡലങ്ങളിൽ രണ്ടാമത്, 11 മണ്ഡലങ്ങളിൽ ഒന്നാമത് തൃശ്ശൂർ. അതില് ഭൂരിപക്ഷം തൃശ്ശൂരിനായിക്കോട്ടെ. പക്ഷെ നിസ്സാര വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ ഈ മൂന്നാമതും രണ്ടാമതും തമ്മില്. നിസ്സാര വോട്ടിന് വ്യത്യാസമേ ഉള്ളൂ. കേരളത്തില് BJP 2026 ഒരു 20-25 കണക്കനുസരിച്ച് 41 സീറ്റായി. 41 കിട്ടാൻ ചാൻസ് അല്പം കുറവാണ്. അത് കാരണം അത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ലോക്കൽ ഇലക്ഷനും പിന്നെ നമ്മുടെ ലോക്സഭ ഇലക്ഷന്റെയും ഒരു വ്യത്യാസമുണ്ട്, അതിന്റെ ഒരു രൂപമാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും 20-25 സീറ്റ് വരെ അടുത്ത നിയമസഭ ഇലക്ഷനിൽ BJPക്ക് പിടിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉള്ള അവസരമാണ്. കാരണം അത് നമുക്ക് കാണാൻ പറ്റും. 2 ദിവസം കഴിയുമ്പോൾ പാലക്കാട് ഇലക്ഷൻ വരുമല്ലോ. കാരണം അതിൽ 12,000 വോട്ട് മുതൽ 15,000 വോട്ട് മുതൽ ശ്രീ കൃഷ്ണകുമാറിന്റെ വിജയം ഉറപ്പാണ്. കാരണം രാഷ്ട്രീയ സാഹചര്യം മാറി കേരളത്തില്. കാരണം കേരളത്തില് BJPയോടുള്ള ഒരു അയിത്തം, അല്ലെങ്കിൽ കേരളത്തിൽ BJPനെ വാഴിക്കില്ല, ജയിപ്പിക്കില്ല എന്നുള്ള ഒരു അയിത്തം മാറിക്കഴിഞ്ഞു. യുവജനത എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു വികസന മുരടിപ്പ്? വേറെ ഒന്നുമല്ല, മണ്ണാങ്കട്ട വികസന മുരടിപ്പ്. കേരളത്തിന് പുറത്തേക്ക് പോകുന്ന പയ്യന്മാരും കേരളത്തിന് പുറത്തു പോകുന്ന നമ്മുടെ നാട്ടുകാരും മനസ്സിലാക്കി തുടങ്ങി. കാരണം നമ്മൾ പറയുന്നില്ല, അദാനി അവിടെ കാണിച്ചു കൊടുക്കുന്ന ബിസിനസ്സുകളും പിന്നെ അയൽ സംസ്ഥാനമായിട്ടുള്ള കാണുന്ന വികസനം മനസ്സിലാക്കി തുടങ്ങി. ഞാൻ പറയുന്നത് വിഴിഞ്ഞത്തും അദാനി വന്നിട്ടുണ്ട്. മനോഹരമായില്ല. എന്ത് ബുദ്ധിമുട്ടല്ലേ വിഴിഞ്ഞത്ത്? എന്തുകൊണ്ടാണ് താങ്കളുടെ അഭിപ്രായത്തില് BJP ഇത്രമായ വ്യക്തമായ ഒരു സ്ഥാനത്തേക്ക് എത്തുമെന്ന് കേരളത്തിൽ താങ്കൾ? വികസനം മുരടിപ്പ്. വേറെ എന്തുള്ളേ? വികസനം മുരടിപ്പ്. തൊട്ടപ്പുറത്ത് കോയമ്പത്തൂര്, വേറെ എവിടെയും പോകണ്ട. ഒരു 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ കാണാൻ പറ്റും. കോയമ്പത്തൂർ എയർപോർട്ടിന്റെ അവസ്ഥ എന്താ? അവിടെ എത്ര IT കമ്പനികളാണ്, എത്ര അവസരങ്ങളാ. മലയാളി പയ്യന്മാർക്കും യുവതികൾക്കും ജോലി കിട്ടണമെങ്കിൽ എവിടെ പോകണം? ബാംഗ്ലൂർ പോകണോ? ഹൈദരാബാദ് പോകണോ? ചെന്നൈ പോകണോ? എന്തുകൊണ്ട് കേരളത്തിൽ പറ്റുന്നില്ല? താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ് ഇതിനൊക്കെ കാരണക്കാരൻ? LDFും UDFും. വേറെ ആരോ കേരളം ഭരിച്ച മുൻ മുഖ്യമന്ത്രിമാരെല്ലാം ഇതിന് കാരണക്കാരാണ്. അതുകൊണ്ട് കേരളം ഇനി മാറി ചിന്തിക്കും. 2026 നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു കേരള മോഡൽ. പണ്ടൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള വാക്കായിരുന്നു മൊത്തം ഇന്ത്യയിൽ. ഞാൻ കേരളത്തിലല്ല പറയുന്നത്, നമ്മൾ എല്ലാവരും വടക്കേന്ത്യക്കാരൊക്കെ ഒരുമിച്ച് പറഞ്ഞിരുന്ന ഒരു പദമാണ് കേരള മോഡൽ. കേരള മോഡലിന് എന്തും സംഭവിച്ചു? കേരള മോഡൽ വികസനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ്, PR ഏജൻസി, ഏതെങ്കിലും PR ഏജൻസി ബോംബെയിലോ ഡൽഹിയിലോ ഏജൻസിക്ക് പൈസ കൊടുത്ത് അവർ പ്ലാൻ ചെയ്യാണ് ന്യൂസുകൾ. കേരള മോഡൽ അതിപ്പോ എന്തോ ഏതെങ്കിലും ഒരു ചാനലുകാരെ അല്ലെങ്കിൽ വിളിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുത്താൽ അവർ വിളിച്ചു പറയാൻ ചാനലിന് ട്രീറ്റ് കൊടുത്താൽ പറയുന്നതാണോ കേരള മോഡൽ? ഒരു എക്സാമ്പിൾ നിങ്ങൾ പറയാം. അല്ല, ഇന്ന് നമ്മൾ വടക്കേന്ത്യയിൽ യാത്ര ചെയ്യുമ്പോഴും കേരളത്തിലും യാത്ര ചെയ്യുമ്പോഴുള്ള വ്യത്യാസത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ്? കേരളക്കാർ ലിറ്ററസിയിൽ വളരെ മുന്നോട്ടാണ്. കാരണം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മുന്നോട്ടാണ്. പക്ഷെ ആ സൗകര്യം അവിടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. വീട്ടിൽ പുറത്തിറങ്ങി കഴിഞ്ഞു. ആ വികസനം വീട്ടിൽ മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് വികസനമോ കാണുന്നേ? ഓക്കെ, നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് 2026 ഇലക്ഷനിൽ ഞാൻ പറയുന്നു BJPക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഫാക്ടർ ന്യൂനപക്ഷങ്ങളുടെ മാറി ചിന്തിക്കലാണ്. ക്രിസ്ത്യാനികളുടെ വോട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ക്രിസ്ത്യാനികളുടെ വോട്ട് എങ്ങനെ മാറും അടുത്ത 2026? താങ്കൾ പറയുന്ന പല ഘടകങ്ങളിലും ക്രിസ്ത്യൻ വോട്ടുകൾ ചില മണ്ഡലങ്ങളെ BJPയെ ജയിപ്പിക്കാവുന്ന സ്ഥിതിയിലേക്ക് വളരാൻ സാധിക്കും. പക്ഷേ പല ഘടകങ്ങളും ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സാഹചര്യത്തില് ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ
ഒന്നില്ലെങ്കിൽ മണിപ്പൂര് കൊണ്ടുവരും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കന്യാസ്ത്രീനെ തൊട്ടു എന്നും പറഞ്ഞ, അല്ലെങ്കിൽ അവിടെ ഒരു പള്ളിയിൽ ഒരു കൊടി ശ്രീരാമസേന വാര് വന്നു വെച്ചു എന്നും പറഞ്ഞ ഒരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ സാധിക്കും. അത് നമ്മൾ മുൻ ഇലക്ഷനിലും എന്തിനേറെ പറയുന്നു, ഈ പാലക്കാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും 2-3 ആൾക്കാർ അവിടെ കത്തിച്ചു എന്നും പറഞ്ഞ കേരള മാധ്യമങ്ങൾ മുഴുവനായിട്ടും മണിപ്പൂര് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വോട്ട് വേർതിരിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ക്രിസ്ത്യൻ വോട്ടുകൾ തിരിയാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം ഒരു കന്യാസ്ത്രീനെ തൊട്ടെന്ന് പറഞ്ഞാൽ അത്ര വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളാണ് അവിടെയുള്ളത്, പ്രബുദ്ധരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ ബി ജെ പിക്ക് അത് നേരിടാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ സംശയാസ്പദമാണ്. ഇതിന് ഉത്തരം എന്ന് പറയുന്നത്, കേരളത്തില് ക്രൈസ്തവ സഭയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആസ്തി മുന്നിൽ നിൽക്കുന്ന സഭ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? തൃശ്ശൂർ സഭയാണ്. 2 മെഡിക്കൽ കോളേജ് ഉണ്ട്, 2-3 എഞ്ചിനീയറിംഗ് കോളേജ്, ഇഷ്ടം പോലെ സഭയാണ്, ഇഷ്ടം പോലെ കാശുള്ള സഭയാണ് തൃശ്ശൂർ അതിരൂപത എന്ന് പറയുന്നത്. അവർ മാറി ചിന്തിച്ചു. അവർ 30% ക്രൈസ്തവരുടെ വോട്ടുകളാണ്, 1.5 ലക്ഷം വോട്ടിനെ ജയിച്ചു മാറിയേ. അവർ സ്ട്രെൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവർ ആ പിന്നെ മാറി ചിന്തിച്ച വേറെ എന്തോ കുഴപ്പമുള്ളേ. അവര് വോട്ട് ചെയ്തു ബി ജെ പിക്ക്. പിന്നെ താമരശ്ശേരിക്കും പിന്നെ പാലായ്ക്കും പിന്നെ ഈ പറഞ്ഞ വരാപ്പുഴ രൂപതയ്ക്കും മാറി ചിന്തിക്കാൻ എന്താ പാടല്ലേ? ഞാനൊരു കോൺഗ്രസ്സുകാരനും കെ എസ് യുക്കാരനാണ്. എന്റെ മണ്ഡലത്തില് ഒരു നല്ലൊരു ബി ജെ പി സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞപ്പോൾ ശ്രീധരനെ പോലെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിനെ പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക നല്ല ഒരു സ്ഥാനാർത്ഥി വന്നു, ഞാൻ വോട്ട് ചെയ്യും. എനിക്ക് വേണ്ടത് വികസനം വേണ്ടേ? വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണം നമ്മുടെ സൗകര്യങ്ങൾ ഉണ്ടാവും, നമ്മുടെ ഡെവലപ്മെന്റ് വരണം. കാരണം ഒരു 200 അല്ലെങ്കിൽ 300 കോടിയുടെ പ്രൊജക്ട് തൃശ്ശൂർ വരികയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ആർക്കാ വരാൻ പോകുന്നത്? 5 വർഷം കൊണ്ട് എന്ത് കാണിച്ചു പ്രതാപൻ? അല്ലെങ്കിൽ 5 വർഷം മുരളി വന്ന് എന്ത് കാണിക്കുമായിരുന്നു? അവിടെ പ്രതിപക്ഷത്ത് പോയി ഇരിക്കാനല്ലേ പറ്റുള്ളൂ. സുരേഷ് ഗോപി ഒരു ശുദ്ധനായ മനുഷ്യനാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ അല്ലാത്തതുകൊണ്ട് ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വരാം. പക്ഷെ വളരെ ശുദ്ധനായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ആഗ്രഹമുള്ള വളരെ ചുരുക്കം ആൾക്കാരിൽ പെട്ട ആളാണ്. പക്ഷെ ഇതിന്റെ ഘടകം എന്ന് പറഞ്ഞത്, ഒരു സാമുദായിക ഹൈന്ദവ ക്രൈസ്തവ ഏകീകരണം കേരളത്തിൽ സംഭവിക്കുന്ന നിമിഷം നമ്മളിപ്പോ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത് ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് വരുന്നത്. ഞങ്ങളെ തൊട്ടതിന് ശേഷം നിങ്ങളായിരിക്കും അടുത്തത്, അത് ഹിറ്റ്ലർ നാസിയിൽ ചെയ്തതാ ജർമ്മനിയിൽ ചെയ്തതാന്ന് പറഞ്ഞാണ് അവര് വരുന്നത്. അതൊക്കെ വെറും പാഴ്വാക്കുകളാണ്. ഇവിടെ ക്രൈസ്തവരെ തൊടാൻ പറ്റില്ല. ക്രൈസ്തവരെ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒരുപാട് മുന്നോട്ട് പോയ സമുദായമാണ്. അവരെ അല്പം എന്താ പറയുക, അവർക്കൊരു അവബോധം കുറവായിരുന്നു. അത് തൃശ്ശൂർ സെറ്റ് ചെയ്തു. ഇനി എന്താ പറയുന്ന കേരളത്തിലെ ക്രൈസ്തവരും ഇഴവരും കൂടി വലിയൊരു ഫാക്ടർ ആയിരിക്കും 2026. പക്ഷെ അവര് ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും ഏതൊരു വടക്കേ ഇന്ത്യയിലെ ഒരു പള്ളിയുടെ മുമ്പിൽ ശ്രീരാമസേനയുടെ കൊടി വന്നു, അതല്ലെങ്കിൽ ഇവിടെ ഒരു കന്യാസ്ത്രീനെ തൊട്ടു, അല്ലെങ്കിൽ മണിപ്പൂര് കുക്കിയും മെയ്ത്തി, ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ശ്രീമാൻ നരേന്ദ്രമോദിജി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് 11 വർഷമായി. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇൻക്ലൂഡിങ് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? ഈ മീഡിയ പറയുന്നത് കുറവല്ലാതെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന സിറിയയിലോ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ലെബനനിലോ പാലസ്തീനിലോ നിങ്ങൾക്ക് പോയി അവിടെ സമാധാനപരമായിട്ട് ജീവിക്കാം. നിങ്ങൾ വിജയിക്കണ്ട, നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പള്ളി പോകാൻ പറ്റുമോ? എന്റെ ചോദ്യം അതാണ്. ഇപ്പൊ ഞായറാഴ്ച നിങ്ങൾ പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്പലത്തിൽ പോകുന്നു, മോസ്കിൽ പോകുന്നു, നിങ്ങൾ ആരും തടയുന്നുണ്ടോ? പക്ഷെ ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, അപ്പൊ താങ്കളുടെ അഭിപ്രായത്തില് വളരെ സംഘടിതമായിട്ട് മാധ്യമങ്ങള് കേരളത്തിലെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനി വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? അതായത് അവരെന്നും പറയുന്നത് നിങ്ങളാണ് അടുത്തത്, നിങ്ങൾക്ക് തല്ല് കിട്ടുന്നതാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതായത് ഈ ഇസ്ലാമിനെ തൊട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ക്രിസ്ത്യാനിക്ക് അടി കിട്ടുന്നതാണ് ഭൂരിപക്ഷം പറയുന്നത്. നിങ്ങൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ ക്രിസ്ത്യൻ മുസ്ലിം ഉണ്ടോ അവിടെ ഇല്ലാതാക്കിയിരിക്കുന്ന ആരെയാണ്? ക്രിസ്ത്യാനികളെ. ലെബനൻ എടുക്ക്, എക്സാമ്പിൾ അല്ലേ. ജോർദാൻ എടുക്ക്, രാജ്യങ്ങൾ കണക്ക് വരെയല്ലേ. അപ്പൊ ഈ വരാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് നമ്മൾ പ്രവചിക്കുന്നത് നല്ലത്, നടന്ന സംഭവം നമുക്ക് കാണാമല്ലോ. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ്? എനിക്ക് ഏത് രാത്രി പുറത്തിറങ്ങി നടക്കാന്ന്. ഇന്ത്യയിൽ ഞാൻ ബോംബെ ജീവിച്ചിട്ടുണ്ട്, ഞാൻ ഡൽഹി ജീവിച്ചിട്ടുണ്ട്, ഞാൻ നോർത്ത് ഈസ്റ്റ് പോയി. എനിക്ക് ഇന്ത്യയിൽ ഇന്നും നാളെ പുറത്തു നടക്കാം. കാരണം എനിക്ക് നരേന്ദ്രമോദിജിയുടെ അണ്ടറിൽ ഞാൻ സേഫാണ് ഇന്ത്യയിൽ എവിടെയും. താങ്കളുടെ അഭിപ്രായത്തില് അതെ മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പൊ അവര് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളെ ഞങ്ങളെ തല്ലിയാൽ പിന്നെ നിങ്ങളെ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന വിഷയം മുസ്ലിം ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷത്തിന് ഒരു ത്രെറ്റ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്? അവർക്കൊരു ത്രെറ്റും ഇല്ല. നിങ്ങൾ ഈ കേൾക്കുന്ന ന്യൂസുകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും കേരളത്തിലെ പ്ലാനഡ് മീഡിയ ന്യൂസാണ്.
ഞാൻ ഡയറക്റ്റ് അവിടുത്തെ എനിക്ക് ബോംബെയിലും ഡൽഹിയിലും എന്തോ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ ഫ്രണ്ട്സ് ഉണ്ട്. അവര് യോഗിനെയാണ് ആരാധിക്കുന്നത്. അവിടെ UP-ല് അവിടുത്തെ ഒരു 2-3 സ്ത്രീകൾ എന്നോട് പറഞ്ഞാൽ അവർക്ക് രാത്രി ഇറങ്ങി നടക്കാന്ന് പറഞ്ഞ ഗുണ്ടാരാജ് അവസാനിച്ച് അവർ യോഗിക്ക് വോട്ട് ചെയ്യുന്നേ. അവർ പറയുന്ന യോഗി ആണ് അവരുടെ മഹാപുരുഷൻ എന്ന് പറയുന്നത്. കാരണം യോഗിയുടെ ഗുണ്ടാരാജ് അവസാനിപ്പിച്ചു. അവർക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഇറങ്ങി നടക്കാം രാത്രി. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിൽ വെച്ചിട്ട് ഇത് ഞാൻ പറയുന്നല്ല, മുസ്ലിം സഹോദരങ്ങൾ പറയുന്നതാണ്, അവർക്ക് ഏറ്റവും ഹാപ്പി ഇൻഡെക്സ് ഇവിടെയാണ്. ഏറ്റവും സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ആരെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പുറത്തു കിടക്കാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയിൽ ആരാ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് പൂർണ്ണമായിട്ടും. ഗ്രൗണ്ട് റിയാലിറ്റി എനിക്കറിയാം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് UP-ലും ഈ പറഞ്ഞ ബീഹാറിലും ഈ പറഞ്ഞ എല്ലായിടത്തും. ഒരു കുഴപ്പമില്ല. ഒരു കൂട്ടം ആളുകൾ കുഴപ്പമുണ്ട്, അവരെ എലിമിനേറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി താങ്കൾ എങ്ങനെ സ്വീകരിക്കുമോ? 2 കൈ നീട്ടി സ്വീകരിക്കും. 2 കൈ നീട്ടി ഞാൻ സ്വീകരിക്കും. കാരണം എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ UP-യിൽ അദ്ദേഹത്തിന് പ്രചരണത്തിന് പോകും. കാരണം ഇന്ത്യ മോഡിക്ക് ശേഷം ഇന്ത്യക്ക് യോഗിയെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആത്മീയ ആവശ്യമാണ് ടു പ്രോഗ്രസ്. കാരണം അദ്ദേഹം UP-ല് ഞാൻ പറയാം, അതായത് UP-ല് ഈ കഴിഞ്ഞൊരു ഇലക്ഷൻ 2024 യോഗിക്ക് സെറ്റ് ബാക്ക് കിട്ടി. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അവന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾക്ക് എന്താ വേണ്ടത്? നമുക്ക് പണ്ടത്തെ മുലായം സിംഗിന്റെയും അവന്റെ മകന്റെയും ഗുണ്ടാരാജാണോ വേണ്ടത്? കാരണം ക്ലീനപ്പായി, ഗൂർഗാവ് ക്ലീനപ്പായി. കാരണം ഇവിടെ IT കമ്പനിയിൽ ജോലി എടുക്കുന്ന പയ്യന്മാർക്ക് സുഖമായിട്ട് വീട്ടിൽ പോകാം. പണ്ട് അങ്ങനെയായിരുന്നില്ല, അവിടെ ഗുണ്ടാരാജായിരുന്നു, ഹഫ്തപിരിവായിരുന്നു. ആരെ? ഈ യാദവ് കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഹഫ്തപിരിവായിരുന്നു അവിടെ ഗൂർഗാവ് ഏരിയയില്. ക്ലീൻ. UP ഈസ് വെരി ക്ലീൻ. താങ്കളുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിന് ഇത്രമായിട്ടുള്ള ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിന് സംഘടിതമായിട്ട് ഒരു മാധ്യമങ്ങൾ, ഇപ്പൊ ഒരു മാധ്യമം പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം, സംഘടിതമായിട്ട് യോഗി ആദിത്യനാഥിനെ ഒരു വളരെ താറടിച്ച് കാണിക്കുന്ന രീതിയിലാണ് കേരള മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതിന് മനസ്സിലാക്കണമെങ്കിൽ കേരള മാധ്യമങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി മനസ്സിലാക്കണം. അവരൊക്കെ ബാങ്ക്രപ്സിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സർവൈവലാണ് വേണ്ടവർക്ക്. കാരണം അവർക്ക് ശമ്പളം കൊടുക്കണം. നിങ്ങൾ അവിടെ പോയിട്ട് ഒരു അല്പം പണം കൊടുത്തിട്ട് പറയും എനിക്ക് ഒരാളെ വെളുപ്പിക്കണം അല്ലെങ്കിൽ ഒരാളെ തകർപ്പിക്കണം എന്ന് പറയുകയാണെങ്കിൽ അവർ വില്ലിംഗ് ടു റെഡി. ഒന്നല്ല എല്ലാം ചെയ്യുമെന്ന് പറയുന്നില്ല, പക്ഷെ ചില മാധ്യമങ്ങൾ ചെയ്യാൻ റെഡിയാണ്. കാരണം അവർക്ക് സർവൈവ് ചെയ്യണം ഈ ഒരു അവസ്ഥയിൽ കൂടെ.